നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒഴിച്ചു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത് പച്ച മാങ്ങ. ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസണാണല്ലോ, അപ്പോൾ നല്ല പച്ച മാങ്ങ കിട്ടി. മാങ്ങയും അതുപോലെ തന്നെ പാവയ്ക്ക, ഞങ്ങൾ കൈപ്പയ്ക്ക എന്ന് പറയും, അതും കൂടെ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. പാവയ്ക്ക വെച്ചിട്ട് കുറേ റെസിപ്പീസ് നമ്മൾ രുചികരത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് പോയി നോക്കുക കേട്ടോ, പ്ലേലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നല്ലൊരു കറിയാണ്. നമ്മൾ വിചാരിക്കും പാവയ്ക്കൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര കയ്പ്പായിരിക്കില്ലേ, തോരൻ പോലെ അല്ലല്ലോ, ഇത് ചോറിൽ ഒഴിച്ച് കഴിക്കേണ്ടതല്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, കയ്പ്പ് തീരെ അറിയുന്നില്ല എന്നൊന്നും പറയില്ല, പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് എന്തായാലും സംഭവം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കറികളുടെ റെസിപ്പീസ് അറിയാമല്ലോ, പാവയ്ക്കയും അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒഴിച്ച് കറികളുടെ റെസിപ്പീസ് അറിയെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യൂ, എന്തൊക്കെയാണ് അതിൽ ചേർക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പേരെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓരോരുത്തരുടെ നാട്ടിൽ പലതരത്തിലുണ്ടാക്കുമല്ലോ, അപ്പോൾ അത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക മാങ്ങ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് പോയി കണ്ടുവരാം. അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാവയ്ക്ക വേണം, പിന്നെ അതുപോലെ തന്നെ ഒരു മാങ്ങ, 2 പച്ചമുളക്, ഒരു തക്കാളിയുടെ പകുതി, പിന്നെ കറിവേപ്പില, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ മാങ്ങ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങ വേണം. തേങ്ങ ഞാനിവിടെ 1/2 കപ്പ് ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് പാവയ്ക്ക, അതുപോലെ തന്നെ മാങ്ങ, പിന്നെ തക്കാളി, ഇതെല്ലാം ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് വലുതാക്കാൻ വേണ്ട, അതുപോലെ തന്നെ കുഞ്ഞായിട്ടും അല്ല അരിയുന്ന ഒരു മീഡിയം സൈസ്. ഞാനിപ്പോൾ ഇത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിലേക്ക് പാവയ്ക്ക, അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച മാങ്ങ, പിന്നെ തക്കാളി, പിന്നെ 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുകയാണ്. ഒരു 2-3 വിസിൽ വന്നോട്ടെ, വെന്ത് കിട്ടും. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് ഉണ്ടാക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചിരകിയ തേങ്ങയൊക്കെ ഇട്ട്, ഇതിൻ്റെ കൂടെ വേറെ ഒന്നും എക്സ്ട്രാ ചേർക്കുന്നൊന്നുമില്ല, തേങ്ങ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കും. അപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഷ്ണങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഇതിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒക്കെ ഒന്ന് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഒന്നും കൂടി ഒന്ന് തിളച്ച് വരണം. പിന്നെ കറി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലോട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കടുക് താളിക്കൽ പരിപാടിയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പച്ചമാങ്ങ പാവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പാവയ്ക്കയുടെ ആ കയ്പ്പും ആ മാങ്ങയുടെ ആ പുളിപ്പും ആ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡാറ് ടേസ്റ്റാണ്. അത് വേറൊരു ലെവൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങയുടെ സീസണാണ് വരാൻ പോകുന്നത്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.